Hi friends, welcome back to yet another video tutorial from Your Crochet. In today's video, we are going to see how to make this beautiful cup cozy Valentine special. For this project, I have used Alpine Stitch here, which is mainly a combination of double crochets and front post double crochets with a row of single crochets in between. Used cotton yarn with a hook size of 3 mm. New language is Malayalam, where you can find the written instructions on the top portion. So let's begin the tutorial. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ ചെയിൻ വെച്ചാണ്. അപ്പോൾ അതിനായിട്ട് സ്ലിപ്പ് നോട്ട്, 50 ചെയിൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. 50 ചെയിൻ. ഇപ്പോൾ നമുക്കിവിടെ 50 ചെയിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കപ്പിന് ചുറ്റും വച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെയിൻസ് ട്വിസ്റ്റ് ചെയ്യാണ്ട് ഫസ്റ്റ് ചെയിൻ സ്റ്റാർട്ടിങ് ചെയ്ത ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. രണ്ട് ലൂപ്പ് ഉണ്ടാവും, രണ്ടിൽ കൂടെയും ഒരുമിച്ച് പുറത്തേക്ക് എടുക്കാം. ഇനി നമ്മൾ ഒരു റൗണ്ട് സിംഗിൾ ക്രോഷേ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെയിൻ 1, ഓരോ സ്റ്റിച്ചിനും ഓരോ സിംഗിൾ ക്രോഷേ. അപ്പോൾ നമ്മളിവിടെ 50 സിംഗിൾ ക്രോഷേസ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സിംഗിൾ ക്രോഷയുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ കംപ്ലീറ്റ് റൗണ്ട്സ് ചെയ്യില്ല. കുറച്ച് റൗണ്ട്സ് ആവുന്നവരെ നമ്മൾ ഈ ഹാൻഡിൽ കംപ്ലീറ്റ് ആവുന്നവരെ ജോയിൻ ചെയ്യാണ്ടാണ് ഇനി വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനായിട്ട് ഒരു 3 സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഈ 3 സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. മൂന്ന് സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്യാം. ചെയിൻ 3, ഇത് നമ്മുടെ ആദ്യത്തെ ഡബിൾ ക്രോഷേ ആയിരിക്കും. തൊട്ടടുത്ത സ്പേസ് തൊട്ട് നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വെച്ച് പിന്നെ നമ്മളൊരു 3 ഡബിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഒരു 41 ഡബിൾ ക്രോഷേസും കൂടി ചെയ്ത് തീർത്തിട്ട് നോക്കാം മുന്നോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യാം. ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വെച്ച് അപ്പം നമ്മളിവിടെ 46 ഡബിൾ ക്രോഷേസ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വെച്ച് സ്കിപ്പ് ദ നെക്സ്റ്റ് 6 സ്റ്റിച്ചസ്. അപ്പോൾ 6 സ്റ്റിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വർക്ക് ടേൺ ചെയ്തിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്.
46 single crochets. Chain 1 ഒരു സ്റ്റിച്ച് ആയിട്ട് കൂട്ടുന്നില്ല. നമ്മളിവിടെ ലാസ്റ്റ് സ്റ്റിച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമ്മൾ ഈ ചെയിൻ 3യുടെ ഫസ്റ്റ് ചെയ്ത ചെയിൻ 3, അതായത് തൊട്ട് മുന്നത്തെ റോയിൽ ചെയ്ത ചെയിൻ 3യുടെ മൂന്നാമത്തെ ചെയിൻ്റെ മുകളിലായിരിക്കും ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത്. അടുത്ത റൗണ്ടിനായി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3. ഇത് നമ്മുടെ ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ ആയിരിക്കും. ടേൺ ദ വർക്ക്, യാൺ ഓവർ ചെയ്ത് നമ്മളിനി ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. തൊട്ടടുത്ത ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ്. അപ്പോൾ അടിയിൽ നിന്ന് ഇൻസേർട്ട് ചെയ്ത് വർക്ക് ഡബിൾ ക്രോഷ്യ. അപ്പോൾ നമ്മൾ തൊട്ടടുത്ത സിംഗിൾ ക്രോഷ്യമ്മ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യയുടെ മുകളിൽ ഒരു ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസിൽ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യയാണ് വർക്ക് ചെയ്യുന്നത്. ഈ റൗണ്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. ഓൾട്ടർനേറ്റ് സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷ്യ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ സ്റ്റിച്ച് താഴെ സിംഗിൾ ക്രോഷ്യയുടെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് മിസ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. ക്രോഷ്യയുടെ ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് 2 സ്റ്റിച്ചുകളിലും നമ്മൾ ഡബിൾ ക്രോഷ്യസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് റൗണ്ട് വീണ്ടും നമ്മൾ ഓരോ സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ചെയിൻ 1 ചെയ്ത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ. ഈ ഒരു പാറ്റേണിനെ നമ്മൾ ആൽപൈൻ സ്റ്റിച്ച് എന്നും കൂടി പറയുന്നുണ്ട്. അതായത് 2-3 റോസ് കൂടി വരുന്നതാണ് ആൽപൈൻ സ്റ്റിച്ച്. സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വെച്ച് ഒരു സ്റ്റിച്ച് പോലും മിസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. നമ്മൾ റൗണ്ടിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ നമ്മുടെ ആദ്യത്തെ ചെയിൻ 3യുടെ മുകളിലായിരിക്കണം. ഇനി വീണ്ടും അടുത്ത റൗണ്ടിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 3. ടേൺ ദ വർക്ക്. ഈ നമ്മൾ ഫ്രണ്ട് പോസ്റ്റ് ചെയ്ത ഇതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പോസ്റ്റാണ് ചെയ്യുന്നത്. വീണ്ടും ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസിൽ ഫ്രണ്ട് പോസ്റ്റ് ചെയ്തതിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷ്യയും ഡബിൾ ക്രോഷ്യയുടെ മുകളിൽ നമ്മൾ ഫ്രണ്ട് പോസ്റ്റുമാണ് ചെയ്യാൻ പോകുന്നത്. പോസ്റ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ ഐ ബട്ടണിലും കൊടുക്കുന്നതാണ്. ഓൾട്ടർനേറ്റ് സ്റ്റിച്ചസിൽ ഫ്രണ്ട് പോസ്റ്റ്. ഈ രീതിയിലായിരിക്കും നമ്മളിനി അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു റോ alternate front post and double crochets, 1 row of single crochet. ഇതായിരിക്കും നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം നമ്മുടെ ഹാൻഡിലിൻ്റെ ഈ പോർഷൻ എത്തുന്ന വരെ ഇത് തന്നെ ഈ പാറ്റേൺ തന്നെ നമുക്ക്
റിപ്പീറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ അതും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് മുന്നോട്ട് വർക്ക് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഡബിൾ ക്രോഷേസിൻ്റെ മുകളിൽ ഫ്രണ്ട് പോസ്റ്റും ഫ്രണ്ട് പോസ്റ്റിൻ്റെ മുകളിൽ ഡബിൾ ക്രോഷേ. ആവശ്യമുള്ള ഹൈറ്റ് എത്തുന്ന വരെ വർക്ക് ചെയ്യാവുന്നതാണ്. ഓൾട്ടർനേറ്റ് റോസ് ഓഫ് സിംഗിൾ ക്രോഷേ ഉണ്ടാവും. അപ്പം ഞാനിവിടെ ഒരു 3 റോസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു റോ പാറ്റേണിൻ്റെ, അത് കഴിഞ്ഞ് സിംഗിൾ ക്രോഷേ, വീണ്ടും ഒരു റോ പാറ്റേൺ. പിന്നെ നമ്മൾക്ക് ഏകദേശം സൈസ് ആയിട്ടുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഏകദേശം നമുക്ക് ഒരു കറക്റ്റ് ഹൈറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ റൗണ്ട്സിലായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്യാനായിട്ട് ഒരു 5 ചെയിൻ ഇട്ടിട്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത ആ ഡബിൾ ക്രോഷയുടെ 3ാമത്തെ ചെയിൻ്റെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യുക. ചെയിൻ 1, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ. നമ്മളിവിടെ റൗണ്ടിൻ്റെ എൻഡിലെത്തിയിട്ടുണ്ട്. ഇനി ഓരോ ചെയിൻസിലും നമ്മൾ ഓരോ സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഓരോ ചെയിനിലും ഓരോ സിംഗിൾ ക്രോഷേ. ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷയുടെ മുകളിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് റൗണ്ട് ഫിനിഷ്. ചെയിൻ 1 ചെയ്ത് നമുക്ക് ഞാനിൽ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ കപ്പ് കോസി ഇവിടെ റെഡിയാണ്. ഇതിന് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഫ്ലവറോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കപ്പ് കോസി റെഡിയാണ്. അപ്പം ഞാൻ ഈ കപ്പിന് ഒരു ഹാർട്ട് റോസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാലന്റൈൻ സ്പെഷ്യൽ കപ്പ് കോസി റെഡിയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലും ഇടാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.